സോ ഇതിൻ്റെ അകത്ത് അല്ലാതുള്ളത് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഇൻ്റർനാഷണൽ റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിന്നൊരു ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡ് ഒരു ഇതിലാണ് ജീവിക്കുന്നത് അല്ലേ? വോക്കൽ ഫോർ ലോക്കൽ എന്നൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാവരും ഗ്ലോബൽ സിറ്റിസൺസ് തന്നെയാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾ, മേജർ കൺട്രീസ് ഓഫ് ദി വേൾഡ്, ഇവരുമൊക്കെ ആയിട്ടുള്ള ഇന്ത്യയുടെ ബയലാറ്ററൽ റിലേഷൻസ്, ഇതിനെപ്പറ്റി അറിവ് നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ ഒക്കെ നമ്മുടെ രാജ്യം സന്ദർശിക്കുകയും അല്ലെങ്കിൽ അവിടുത്തെ ബ്യൂറോക്രാറ്റ്സ് നമ്മുടെ രാജ്യത്ത് സന്ദർശിക്കുകയും ഒക്കെ ചെയ്ത് ഇവിടെ എന്തെങ്കിലും ട്രീറ്റീസ്, കരാറുകൾ ഒപ്പിടുക. അതിപ്പോൾ ട്രേഡ് കരാറാവാം, പലതരത്തിലുള്ള കരാറുകൾ ഒപ്പിടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വേറുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ എന്തൊക്കെയാണ്, ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു ചെറിയൊരു കാര്യം പറയട്ടെ, ഇതിലും നമ്മൾ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്നത്തെ സിറ്റുവേഷൻ ആയത് എന്തുകൊണ്ട് ഇതറിയണ്ടേ? അപ്പോൾ ഇന്നിവിടെ നിൽക്കുന്ന അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് പുറകിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ അറിയണം. അതുപോലെ ഇന്ത്യയുടെ വേറെ രാജ്യങ്ങൾ, ഈ നിയർ ബൈ ആയിട്ടുള്ള കൺട്രീസ്, പ്രത്യേകിച്ചും ശ്രീലങ്കയായിട്ട് ഇന്ത്യയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ്, ചൈനയുമായിട്ട് ഇന്ത്യയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം ഇതിൽ നമ്മൾ അറിഞ്ഞേ പറ്റൂ. അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നതാണ്. മാത്രമല്ല അതിനെ ഇന്ന് നിലവിൽ നടക്കുന്ന സാഹചര്യങ്ങളുമായി കോർത്തിണക്കി അതിനെ മനസ്സിലാക്കി വേണം പഠിക്കാൻ. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ ആ പേപ്പർ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ആകെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ലക്ഷ്മികാന്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. എന്തെങ്കിലും പുതിയ നിയമങ്ങളോ ബില്ലുകളോ ഒക്കെ ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യണം. ഏത് ബില്ല് കൊണ്ടുവന്നാലും ആ ബില്ലുകൾ നിയമമായാലും അതെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ ഒരു സിവിൽ സർവൻ്റ് ഇത് അറിഞ്ഞേ പറ്റൂ. ഇപ്പം ബില്ലുകളെയൊക്കെ പറ്റി, ഇതെല്ലാം കൊണ്ടുവരുന്നത് ഫൈനലി നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ്, നമ്മളാരെയും ബാധിക്കുന്നില്ല എന്നൊന്നും ആരും ചിന്തിക്കരുത്. എല്ലാ നിയമങ്ങളെപ്പറ്റിയും പുതിയതായി വരുന്ന നിയമങ്ങളെക്കുറിച്ച് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അത് കറണ്ട് അഫയേഴ്സിൽ വരുമ്പോൾ ആ നിയമം എന്താണ്, അതിന് മുമ്പ് എന്തെങ്കിലും നിയമം ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള വശങ്ങളെക്കുറിച്ചും ആലോചിക്കാം. ഇത് മൂന്നാമത്താണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. ഇതിൽ വരുന്നത് എക്കണോമിക്സും സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻവയൺമെൻറ്റ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് തീമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കാലാവസ്ഥാ വ്യതിയാനം. ഒരു 25 വർഷം മുമ്പ് ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? വളരെ കുറച്ച് ആൾക്കാർ പറയുമായിരുന്നു. മെജോറിറ്റി ആൾക്കാരും നമ്മളാരും അതിനെപ്പറ്റി ബോധേഡല്ല. പക്ഷേ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, കാലാവസ്ഥ മാറുന്നുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ചൂടത്തിരിക്കുകയാണ്, ചൂട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഇതിനെപ്പറ്റിയുള്ള കൺവെൻഷനുകൾ, രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന കൺവെൻഷനുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പേപ്പറിൽ അതുപോലുള്ള വിഷയങ്ങൾ ചോദിക്കുന്നതാണ്. അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ബയോഡൈവേഴ്സിറ്റി, ഇപ്പം നാഷണൽ പാർക്ക്, സുവോളജിക്കൽ പാർക്ക്, ഇതെല്ലാം കേട്ടിട്ടില്ലേ? ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? സാങ്ച്വറി, ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ വളരെ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം അർത്ഥമുണ്ട്, അതിനുള്ള ഡിഫറൻസസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമ്മൾ വളരെ ചുറ്റും അർത്ഥവ്യത്യാസം ഇല്ലാതെ ഉപയോഗിക്കുന്ന പല വാക്കുകളും യഥാർത്ഥത്തിൽ രണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരും. ഇത് പോരാതെ ഇതിൻ്റെ അകത്ത് എക്കണോമിക്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എക്കണോമിക്സ് സാധാരണ വലിയ ഗ്രാഹ്യം ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NCERTs വായിച്ചു നോക്കുക. കാരണം എക്കണോമിക്സിൽ ഇപ്പോൾ GDP എന്താണ് അല്ലേ, റെപ്പോ എന്താണ്, റെപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റെപ്പോ എന്താണ്, ഇതുപോലുള്ള ടേംസ് ഒന്നും എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കില്ല. പക്ഷേ ഇതൊന്ന് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം ഇത് അത്ര ബോറിംഗ് ഒന്നും അല്ല. നമ്മൾ പത്രം എടുത്ത് വെച്ച് വായിക്കുമ്പോൾ പല കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങും. അതുപോലെ പത്രത്തിൽ എക്കോണമി പേജ് വായിച്ചു നോക്കുക. ആദ്യമൊന്നും ഒന്നും പിടിയിട്ടില്ല, പക്ഷെ പതുക്കെ എല്ലാം മനസ്സിലാവാൻ തുടങ്ങും. അത് ഈ ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴേ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എക്കണോമിക്സിൻ്റെ ഇതുപോലുള്ള ടേംസ്, എഡിറ്റോറിയൽസൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പിടിയിട്ടും അതെന്താണെന്നൊന്ന് അന്വേഷിക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവും. പിന്നെ അത് വെച്ച് നമുക്ക് ബിൽഡ് ചെയ്ത് വരാൻ കഴിയും. ഇത് അതിൻ്റെ തന്നെ ടോപ്പിക്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ്.
ഇതൊരു വലിയ കടലാണ്. എത്തിക്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ഞാൻ പഠിക്കുമ്പോൾ ഈ പേപ്പറില്ല, ഇത് UPSC കൊണ്ടുവന്നു. അതിൻ്റെ കാരണം എന്താണ്? എത്തിക്സ് കുറഞ്ഞു. അപ്പോൾ എത്തിക്സ് ഒന്നും ഇല്ല. അപ്പോൾ എത്തിക്സ് ഇല്ലാത്തപ്പോൾ എത്തിക്സിനെ പറ്റിയും പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നു. അപ്പോൾ എത്തിക്സ് പേപ്പർ ഇത് കുറേ കാര്യങ്ങളൊക്കെ തിയറിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ തന്നെ പറയുന്നുണ്ട്, this includes questions to test candidates' attitude and approach to issues relating to integrity, probity in public life, problem-solving approach to various issues and conflicts faced by him in dealing with society. ഇപ്പോൾ സിവിൽ സർവൻറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എല്ലാവരെയും വളരെ നിസ്സാരമായി ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതായിരിക്കില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള, വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്ത് ഒരു ഇഷ്യൂ സോൾവ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ആണ് ഈ ഒരു പേപ്പറിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് തിയറി ഉണ്ട്, തിയറിക്ക് ബുക്സ് ഉണ്ട്, അത് വാങ്ങിച്ച് വായിക്കാം. ഇതല്ലാതെ ഇതിൻ്റെ ലാസ്റ്റിലൊരു കാര്യമുണ്ട്, കേസ് സ്റ്റഡീസ്. അതായത് ഇങ്ങനത്തെ ഒരു പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുമായിട്ട് കോറിലേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു നല്ലൊരു എക്സാമ്പിൾ നമ്മുടെ ചുറ്റും, ഓക്കെ, ഒരാൾ വളരെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഒരു സിവിൽ സർവൻറ്റ് ടാക്കിൾ ചെയ്തതിനെക്കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ പല IAS പല കളക്ടർമാരെ പറ്റിയും നമ്മൾ വായിച്ചില്ലേ? ഇല്ലേ? പത്തനംതിട്ട കളക്ടറെ പറ്റി എന്തായാലും വായിച്ചിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഉപയോഗിക്കാം, കേസ് സ്റ്റഡീസ് ആയിട്ട്. അപ്പോൾ എത്തിക്സ് പേപ്പറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യും, നമ്മളെങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകും. സിവിൽ സർവൻറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ. പ്രശ്നം ഉണ്ടാക്കുന്നവരെയും ഭിന്ന അഭിപ്രായമുള്ളവരെയും എല്ലാവരെയും നമ്മൾ ഒന്നിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് വേണ്ടതൊരു പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡാണ്, പ്രോബ്ലം ക്രിയേറ്റിംഗ് ആറ്റിറ്റ്യൂഡല്ല. അപ്പോൾ എത്തിക്സ് പേപ്പർ കുറേ തിയറി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട്, അത് വായിച്ചാൽ ഈ പേപ്പർ ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഓപ്ഷണലിൻ്റെ കാര്യം ഞാൻ നേരത്തെ വിട്ടുപോയൊരു കാര്യമാണ്. ഒന്ന്, ഓപ്ഷണലിൻ്റെ സിലബസ് നോക്കുക. രണ്ടാമത്തെ കാര്യം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഗ്രാജുവേഷൻ സബ്ജക്റ്റ് ഉള്ളവർക്ക് അത് ചൂസ് ചെയ്യാം. പക്ഷേ ഈ എൻജിനീയറിംഗ് ഒക്കെ എടുക്കുന്നവർ അല്പം സൂക്ഷിച്ചെടുക്കുക. എൻജിനീയറിംഗിൽ സിവിൽ, മെക്കാനിക്കൽ, കെമിക്കലൊക്കെ, ഇലക്ട്രിക്കലൊക്കെ ഓപ്ഷണൽ സബ്ജക്ട്സ് ആയിട്ട് ലഭ്യമാണ്. പക്ഷേ അതെടുക്കുമ്പോൾ അല്പം കൂടി ഒന്ന് ആലോചിച്ചിട്ടെടുക്കുക. നിങ്ങൾ വളരെ പ്രൊഫഷ്യൻ്റ് ആണെങ്കിൽ എൻജിനീയറിംഗ് സബ്ജക്റ്റും ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്യാം. ലാസ്റ്റ് ഇൻട്രസ്റ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിക്കാൻ താല്പര്യമില്ലാത്ത വിഷയമൊന്നും ആരും ഓപ്ഷണലായിട്ട് എടുക്കരുത്. പിന്നെ ഓപ്ഷണൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ താല്പര്യം അനുസരിച്ച് നമ്മളുടെ ഈ ബാക്കി ഘടകങ്ങളും കൂടെ നോക്കിയിട്ട് ഒരു തീരുമാനത്തിലെത്താം. അതിന് നിങ്ങളുടെ ചുറ്റുമുള്ള മെൻറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്ത വേറെ ആൾക്കാരെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഉചിതം. മെയിൻസിൻ്റെ പ്രിപ്പറേഷനെ പറ്റി ശരിക്കും ഞാൻ കുറേ നേരമായിട്ട് പറഞ്ഞു. അതിനൊന്ന് സമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബേസിക് ബുക്സ് വായിക്കുക, സിലബസും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും വേണ്ട ഒരു കാര്യം നോട്ട് മേക്കിംഗ് ആണ്. നോട്ട്സ് ഉണ്ടാക്കുക. കാരണം ഇതൊരു ഒരു കടലാണ് യഥാർത്ഥത്തിൽ. ആ കടലിൽ നമ്മൾ കുറച്ചൊക്കെ വായിച്ച് പഠിച്ചെടുക്കുമ്പോൾ അതിനെ നോട്ടായിട്ട് എഴുതിയില്ലെങ്കിൽ അത് മെമ്മറിയിൽ നിന്ന് പോകും. ഇനി ആ നോട്ടിനെ വെറുതെ നോട്ടുണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, ആ നോട്ടിനെ റിവൈസ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസിലും നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചിട്ടൊക്കെ ചിലപ്പോൾ പോയി എഴുതിയാൽ കിട്ടിയെന്നൊക്കെ ഇരിക്കും. പക്ഷേ ഇതിലങ്ങനെ കിട്ടില്ല. റിവിഷനൊക്കെ മൾട്ടിപ്പിൾ റിവിഷൻസ് ഈ എക്സാമിന് ആവശ്യമാണ്. നിങ്ങൾ ഏത് ടോപ്പർ ഇൻ്റർവ്യൂ കണ്ടാലും അവർ പറയും റിവൈസ് റിവൈസ് റിവൈസ്. അതില്ലാതെ ഇതിൽ യാതൊരു ഓപ്ഷനും ഇല്ല. പിന്നെ ഉള്ളത് ടൈം മാനേജ്മെൻറ്റ്. 3 മണിക്കൂറുണ്ട് നമുക്ക് 250 മാർക്കിൻ്റെ പേപ്പർ എഴുതണം. ഇതത്ര സിമ്പിളല്ല. വളരെ സ്ലോ ആയിട്ടൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. ഞാനൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് എഴുതുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാവും. പെട്ടെന്ന് എഴുതാനുള്ള കപ്പാസിറ്റി വേണം. അതുപോലെ നമ്മളുടെ ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം. കാരണം നമ്മൾ ആൻസേഴ്സ് അറിയാവുന്ന ആൻസർ വിട്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അതിൻ്റെ ഒരു റിസൾട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 മാർക്കിലൊക്കെ ഇല്ലേ, 1 മാർക്ക് നിങ്ങളുടെ റാങ്ക് ഒരു 10-15 റാങ്ക് അങ്ങ് പുറകിൽ പോകും 1 മാർക്കിന്. അപ്പോൾ 10-15 റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAS ആവേണ്ട ആൾ അടുത്ത ഓപ്ഷൻ IPS ആയിരിക്കും, IPS ആവും. എങ്ങനെയുണ്ട്? അത് ലൈഫിലൊരു വിഷമമായില്ലേ? അതുപോലെ ഒരു 5 മാർക്ക് പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്.
ഇത് 10 ആവുമ്പം 10, 15, 20 ആകുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ ഒരു ചെറിയ ചില ആൾക്കാരോട് ചോദിച്ചാൽ മതി, അവർക്കറിയാം 1 മാർക്കിൻ്റെ വാല്യൂ എന്താണ്. കാരണം ആ 1 മാർക്കിനായിരിക്കും അവർ ചിലപ്പോൾ സർവീസിലേ കയറാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാവുന്നതല്ല, എഴുതിയിട്ട് വരണം എന്നുള്ളത്. അതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ഈ ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അത് തിയററ്റിക്കലായിട്ട് പറഞ്ഞു പോകുന്നതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. റിവിഷനും ടൈം മാനേജ്മെൻറ്റും ഇല്ലാതെ ആർക്കും ഈ എക്സാമിൽ സക്സീഡ് ചെയ്യാൻ പറ്റില്ല. ആരും റോബോട്ട്സ് ഒന്നും അല്ല. എല്ലാവരും വായിച്ചും പഠിച്ചും പിന്നെയും പഠിച്ചും ഓർത്തെടുത്തും എഴുതിയും ടൈം മാനേജ് ചെയ്തും ഒക്കെ തന്നെയാണ് ഇതിൽ സക്സീഡ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് കീ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അറ്റൻഡിങ് മോക്ക് ടെസ്റ്റ്. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അതുപോലെ ആദ്യമായിട്ട് പോയി പരീക്ഷ എഴുതുന്നതിന് പകരം നമ്മൾ അതിൻ്റെ മോക്കായിട്ടുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നു. പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടെ പോയി ടെസ്റ്റ് എഴുതുക എന്ന് ഞാനത് അഡ്വൈസ് ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ വേറുള്ളവരുടെ കൂടെ ഇരുന്ന് എഴുതിയാലേ നമുക്കും ആ ഒരു ചൂട് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലീനിയൻ്റ് ആവും. ചിലപ്പോൾ മൂഡ് ഓഫ് ആയാൽ നിർത്തിയിട്ട് പോകും. പക്ഷെ കൂടെ ആൾക്കാരിരുന്ന് എഴുതുമ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്കൊന്ന് ഫീൽ ആവും. അതുകൊണ്ട് മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യണം. ഇത് ലിസ്റ്റ് ഓഫ് ഓപ്ഷണൽസ് ആണ്. ഇത്രയും ലിസ്റ്റ് ഉണ്ട്. ഇനി സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കുകയും ചെയ്യരുതെന്ന് ഞാൻ പറയില്ല. സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഫോളോ ചെയ്യാം. നമ്മൾ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ എന്ത് പറ്റും, ഈ എല്ലാ സോഷ്യൽ മീഡിയ പോർട്ടൽസിനും അൽഗോരിതം ഉണ്ട്. അൽഗോരിതത്തിന് മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടം വേറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ തുറക്കുമ്പോൾ ഇപ്പോൾ ബോളിവുഡ് സെർച്ച് ചെയ്താൽ ബോളിവുഡ് റിലേറ്റഡ് ന്യൂസ് വന്നുകൊണ്ടിരിക്കും. അതിന് പകരം ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഇൻഫർമേഷൻ, എന്തെങ്കിലും പുതിയ ബില്ല് വന്നോ, എന്തെങ്കിലും പുതിയ സ്കീമുകൾ വന്നോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. പിന്നെ ചറപറ ബില്ലും സ്കീമും ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ്സും ഒക്കെ നിങ്ങളുടെ ഫീൽഡിൽ വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഉപദ്രവമില്ല, നിങ്ങൾക്ക് ഗുണമുണ്ടാവും. കാരണം ചില സമയത്ത് നമ്മൾ വഴി കൂടെ പോകുമ്പോൾ വായിക്കുന്ന സംഭവങ്ങൾ വരെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇത് ആക്ച്വലി സംഭവിക്കുന്നത് രാവിലെ പത്രത്തിൽ വായിച്ചിട്ട് പോകുന്ന കാര്യം ഇൻ്റർവ്യൂ ബോർഡ് ചോദിക്കുന്നത് നല്ല കാര്യമല്ലേ? നമ്മൾ രാവിലെ വായിച്ചല്ലേ, നമ്മുടെ മെമ്മറി കാണും. അതുപോലെ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ വഴി കൂടെ പോകുമ്പോൾ എന്തെങ്കിലും ബോർഡിലൊക്കെ എഴുതുന്നത് വായിക്കുന്നത് വരെ എക്സാമിന് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു നോർമൽ കേസിൽ ചിലപ്പോൾ അത് കാണില്ലായിരിക്കും. അതൊക്കെ സെറൻഡിപ്പിറ്റി, ചാൻസ് ഡിസ്കവറിയൊക്കെയാണ്. അതൊക്കെ ഭാഗ്യത്തിൻ്റെ ലെവലിലോട്ട് പോകേണ്ടി വരും. അത് പോട്ടെ, ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക, പക്ഷേ ട്രൈ ടു ഫോളോ വാട്ട് ദ ഗവൺമെൻറ് ഡാസ്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് കാണിച്ചു തരും. അത് നിങ്ങളുടെ പരീക്ഷയെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയ മെയിൻസിൻ്റെ തലേന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കിയതായിരിക്കും ചിലപ്പോൾ മെയിൻസിന് വരാൻ പോകുന്നത്. നിങ്ങൾ എഴുതും, ബാക്കിയുള്ളവർ എഴുതില്ല. അപ്പം ബാക്കിയുള്ളവർ എഴുതാത്തപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മുന്നോട്ട് തന്നെ പോകും. ഇത് പ്രിലിമിനറിയാണ്. പ്രിലിമിനറിയുടെ ഘടനയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതായാലും 2 പേപ്പറുണ്ട്. ഞാൻ ഈ മെയിൻസിനെ പറ്റി പറഞ്ഞതിൻ്റെ റീസണും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു തെറ്റിദ്ധാരണയാണിത്. എല്ലാവരും വിചാരിക്കുന്നത് ആദ്യം പ്രിലിംസ് പഠിക്കാം, പ്രിലിംസ് പാസ്സാവുകയാണെങ്കിൽ പിന്നെ മെയിൻ നോക്കിയാൽ പോരെ. അല്ല, ആദ്യം മെയിൻസ് പഠിക്കണം. മെയിൻസ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രിലിംസ് പഠിക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങൾ ഈ ആദ്യം പ്രിലിംസ് പഠിച്ചു കഴിയുമ്പോൾ കഷ്ടകാലത്തിന് ക്ലിയർ ചെയ്താൽ എന്ത് ചെയ്യും? പിന്നെ കഷ്ടകാലമെന്നേ പറയാൻ പറ്റും. 3-4 മാസം കൊണ്ടൊന്നും ആരെ കൊണ്ടും മെയിൻസ് പഠിച്ചെടുക്കാൻ അമാനുഷികരെ കൊണ്ട് പറ്റുമായിരിക്കും, മനുഷ്യരെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എക്സാം പഠിക്കുമ്പോൾ പ്രിലിംസ് പഠിച്ച് പാസ്സായിട്ട് പിന്നെ ഞാൻ മെയിൻസ് പഠിക്കാൻ ചിന്തിക്കരുത്. മെയിൻസിന് പഠിക്കുക. മെയിൻസിന് പഠിക്കാതിരിക്കുന്നിടത്തോളം നിങ്ങളൊരു സീരിയസ് കാൻഡിഡേറ്റ് പോലും അല്ല. മെയിൻസിന് പഠിക്കുക. മെയിൻസിന് പഠിച്ച് പ്രിലിമിനറിയോട് അടുക്കുമ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്. ഈ സമയം എല്ലാവരും പ്രിലിംസാണ് പഠിക്കുന്നത്. കാര്യം എന്താ? ജൂൺ മാസത്തിൽ പ്രിലിംസ് എക്സാം നടക്കുവാണ്. അപ്പോൾ എക്സാമിന് മുമ്പുള്ള 2-3 മാസം പ്രിലിംസ് പഠിച്ചില്ലെങ്കിൽ പ്രിലിംസും എഴുതാൻ പറ്റില്ല. പക്ഷേ എക്സാമിന് മുമ്പുള്ള ഈ 2-3 മാസം ഒഴികെ ബാക്കിയുള്ള ഫുൾ ടൈം നിങ്ങൾ പഠിക്കേണ്ടത് മെയിൻസാണ്. കാരണം മെയിൻസിലെ മാർക്കാണ് നിങ്ങളെ IAS-കാരനാക്കുന്നതും ആക്കാത്തതും. പ്രിലിംസിലെ മാർക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസിലെ മാർക്ക് പോയി, പിന്നെ അതിന് ഒരിടത്തും ഒരു അർത്ഥവും ഇല്ല. പക്ഷെ മെയിൻസിൻ്റെ മാർക്ക് ഈവൻ നിങ്ങളുടെ സർവീസിൽ നിങ്ങളുടെ സീനിയോറിറ്റി തീരുമാനിക്കുന്നത് നിങ്ങളുടെ മെയിൻസിൻ്റെ മാർക്കാണ്. ട്രെയിനിങ് അക്കാഡമിയിൽ ഫൈനലി നമ്മുടെ ഇത് തീരുമാനിക്കുന്നതും അവിടെയും കിട്ടുന്ന മാർക്ക് മെയിൻസിൻ്റെ മാർക്ക് കൂടെ ചേർത്തിട്ടാണ്. അതുകൊണ്ട് മെയിൻസാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, പ്രിലിമിനറി അല്ല. പ്രിലിംസ് പഠിക്കേണ്ടതെന്നല്ല പറയുന്നത്, പക്ഷേ മെയിൻസ് പഠിച്ചതിന് ശേഷം പ്രിലിമിനറി പഠിക്കുക.
അങ്ങനെ പഠിച്ചാൽ പ്രിലിമിനറി പഠിക്കുന്നത് എളുപ്പമാണ്. കാരണം നമ്മൾ ഓൾറെഡി മെയിൻലി ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കോണമി, കറണ്ട് അഫെയർസ്, സയൻസ് ആൻഡ് ടെക് എല്ലാം പഠിച്ചില്ലേ? ഇനിയിപ്പോൾ പ്രിലിമിനറിക്ക് വേണ്ടി നമ്മളിതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലേ പഠിക്കുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ കുറേ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ തലയിൽ അടിച്ച് കയറ്റണം. അത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ പ്രിലിംസ് പഠിക്കുന്നതിന് മുമ്പ് മെയിൻസ് പഠിക്കാത്ത ഒരാൾക്ക് ഇതിൻ്റെ അകത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ആ സ്ലൈഡ് ഇട്ടത്, മെയിൻസ് ഫസ്റ്റ്. മെയിൻസ് പഠിക്കൂ, പിന്നെ പ്രിലിമിനറിയിലോട്ട് വരും. ഈ ഒരു സമയം, അതായത് എക്സാമിന് മുമ്പുള്ള 3 മാസം പ്രിലിമിനറി തന്നെ പഠിക്കണം, അതിന് സംശയമില്ല. പക്ഷെ ബാക്കി റൗണ്ട് ദ ഇയർ 9 മാസവും പഠിക്കേണ്ടത് മെയിൻ പരീക്ഷയ്ക്കാണ്. ഇത് പ്രിലിമിനറി എക്സാമിൻ്റെ ഫസ്റ്റ് പേപ്പറാണ്. നിങ്ങളത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ ഓൾറെഡി GS-ൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതായത് കറണ്ട് ഈവൻറ്റ്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി, എൻവയൺമെൻറ്റ്, ജനറൽ സയൻസ്, ഇതൊക്കെ തന്നെയല്ലേ ഞാൻ മെയിൻസിനും പറഞ്ഞത്. സോ അത് പഠിച്ചാൽ ഇതിന് വലിയൊരു എഫർട്ട് നമുക്ക് ഒഴിവായി കിട്ടും. തിരിച്ച് പഠിച്ചാൽ അത് ഭയങ്കര എഫർട്ടാവും. ഇതാണ് രണ്ടാമത്തെ പേപ്പർ. രണ്ടാമത്തെ പേപ്പറാണ് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് ഏകദേശം നമ്മുടെ ബാങ്ക് പരീക്ഷയുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ലേ? ക്യാറ്റ് കുറച്ച് ഹൈ ലെവലാണ്. ബാങ്ക് പരീക്ഷയുടെയും ക്യാറ്റിൻ്റെ ഇടയിലുള്ളൊരു ലെവലിലായിട്ട് ഇത് വരും. ഇതിലുള്ളത് കോംപ്രിഹെൻഷൻ ഉണ്ട്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലോജിക്കൽ റീസണിങ്, ഡിസിഷൻ മേക്കിംഗ്, ജനറൽ മെൻ്റൽ എബിലിറ്റി, ബേസിക് ന്യൂമറസി, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ. മാത്സ് 10ാം ക്ലാസ്സോടുകൂടി മാത്സ് ഉപേക്ഷിക്കുന്ന ആളുകൾ ഇത് കുറച്ച് കാര്യമായിട്ട് നോക്കേണ്ടി വരും. ബാക്കിയുള്ളവർക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ പോയാലും ഈ പരീക്ഷ എഴുതാൻ പറ്റും. പക്ഷേ മാത്സ് 10ാം ക്ലാസ്സിന് ശേഷം ഡ്രോപ്പ് ചെയ്ത ആളുകൾ ദയവ് ചെയ്ത് ഇത് നല്ലോണം പഠിച്ചാലേ ഇത് കിട്ടുള്ളൂ. കാരണം കണക്കൊക്കെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അപ്പോഴത്തേക്ക് നിങ്ങൾ മറന്നു കാണും. ഇത് പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു പാറ്റേൺ ആണ്. ഇത് കണ്ടോ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. പ്രിലിമിനറി ആണ് ഇത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ് തരും. എന്നിട്ട് ചോദിക്കും ഇതിൽ എത്ര എണ്ണം ശരിയുണ്ട്. 1 എണ്ണം ശരി, 2 എണ്ണം ശരി, 3 എണ്ണം ശരി. ചുരുക്കം പറഞ്ഞാൽ എല്ലാം അറിയാമെങ്കിൽ ഇത് എഴുതാൻ പറ്റും. പക്ഷെ ഇതെല്ലാം അറിയേണ്ട ആവശ്യമില്ല. നമുക്കൊരു എലിമിനേഷൻ വെച്ചും എഴുതാൻ പറ്റും. നമ്മളൊരു ഊഹമൊക്കെ വെച്ച് ആലോചിച്ച് നോക്കണം. നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ കിട്ടുന്ന ക്വസ്റ്റ്യനാണിത്. ചെലം റിവർ എവിടെയാണ്, വൂളാർ ലേക്ക് എവിടെയാണെന്നൊക്കെ ജോഗ്രഫിയിൽ പഠിച്ചാലേ ഇതൊക്കെ എങ്ങോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇത് പ്രിലിമിനറിയിൽ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇത് ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. ഇത് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം. ഇതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. അറിയാമെങ്കിൽ എഴുതാം, അറിഞ്ഞൂടെങ്കിൽ എഴുതണ്ട. ഇനി മാച്ച് ദ ഫോളോയിങ് ടൈപ്പ്. ഇതും പ്രിലിമിനറിയിലെ വേറൊരു ചോദ്യമാണ്. ലിറ്റററി വർക്ക്സും ഓതേഴ്സും തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ കറക്റ്റ്ലി മാച്ച് ഇതാന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം അറിയാമെങ്കിൽ എഴുതാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്ട്രാറ്റജി പറയാം. CSAT പേപ്പറിൻ്റെത് ജനറൽ സ്റ്റഡീസിൻ്റെ പ്രിലിമിനറിയിൽ ഞാൻ പറഞ്ഞു നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പറ്റുന്ന ഉത്തരത്തിന് 1/3 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എനിക്ക് 100 ചോദ്യത്തിൽ 80 ശരിയും 20 തെറ്റുമാണെന്ന് കൂട്ടിക്കൊള്ളു. അപ്പോൾ 80 പോസിറ്റീവും 20ൻ്റെ 1/3 6.33 എൻ്റെ 80 മാർക്കിൽ നിന്ന് കുറഞ്ഞു പോകും. അങ്ങനെയാണ് സംഗതി. അപ്പോൾ ഈ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കുക. ഒരുപാട് കറക്കിക്കുത്തൊക്കെ നടത്തിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതിൻ്റെ മാർക്കും കൂടാണ് പോകുന്നതെന്ന് ആലോചിക്കുക. അപ്പം ഒരു ഇൻ്റലിജൻറ്റ് ഗെസ്സൊക്കെ എടുക്കാം, പിന്നെ എലിമിനേറ്റ് ചെയ്തു ആൻസർ എടുക്കാം. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്നോരോന്നും ചിലതൊക്കെ നമുക്ക് അറിയായിരിക്കും, അത് വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കൊരു 50% ഉറപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുക. തീരെ ഉറപ്പില്ലെങ്കിൽ വിടുക. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ, നിങ്ങൾക്ക് എക്സാമിൻ്റെ പേപ്പർ ടഫാണെങ്കിൽ ഒട്ടുമിക്ക കുട്ടികൾക്കും ടഫ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഒരുപാട് സാഹസം കാണിച്ച് ഉള്ള പോസിറ്റീവ് മാർക്ക് കൂടെ നെഗറ്റീവ് മാർക്കിൽ കൊണ്ടുപോകാതിരിക്കുക. അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യാം. അതുപോലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ, മോക്ക് പേപ്പേഴ്സ് ചെയ്യുക, റിവിഷൻ ചെയ്യുക, കറണ്ട് അഫെയർസ് ബ്രഷപ്പ് ചെയ്യുക. പിന്നെയുള്ള കാര്യം സമയത്തിന് വെന്യൂവിലെത്തുക. 30 മിനിറ്റ് മുമ്പെങ്കിലും വെന്യൂവിലെത്തണം എന്നുണ്ട്. ചില ആൾക്കാർ ലാസ്റ്റ് മിനിറ്റിൽ ഓടിക്കതച്ചൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. ഇത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമിൻ്റെ അന്ന് രാവിലെ സമയത്ത് വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ദുരന്തം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാനത് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് ലാസ്റ്റ് മിനിറ്റിൽ ഓടിപ്പാഞ്ഞ് വരുന്നത് കാണാം. അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക.